ഹലോ, വെൽക്കം ടു ലേൺ എക്കണോമിയ മലയാളം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്താണെന്നാണ്. അപ്പോൾ നമുക്കറിയാം ഡിഫറെന്റ് ഇക്കോണമിസ്റ്റ് അവരുടെ വേർഷൻ ഓഫ് ഇക്കണോമിക് ഗ്രോത്ത്, ഇക്കണോമിക് ഡെവലപ്മെന്റ് ഒക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഇൻകത്തിന്റെ ബേസിസിൽ ഇക്കണോമിക് ഡെവലപ്മെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോ തുടക്കത്തിൽ നമുക്ക് ഇതിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കണം. ഇൻകം അപ്രോച്ച് ടു ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ ഇവിടെ ഇക്കണോമിക് വെൽബീയിങ് തന്നെയാണ് നോക്കുന്നത്, അതായത് ഇക്കണോമിക് ഡെവലപ്മെന്റ് തന്നെയാണ് നോക്കുന്നത്. പക്ഷേ ഈ ഇക്കണോമിക് ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ദിസ് ഹാപ്പൻസ് ആസ് എ റിസൾട്ട് ഓഫ് ഇൻകം ജനറേഷൻ. ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ അത് ചെയ്യുക വഴിയാണ് നമുക്ക് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഇൻകം നമുക്ക് എങ്ങനെയൊക്കെ ജനറേറ്റ് ചെയ്യാം? ഇൻകം നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. ബേസിക്കലി 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് നമുക്കുള്ളത്. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ്. അപ്പൊ ഈ 4 ഫാക്ടേഴ്സിനും അവർ ചെയ്യുന്ന ജോലിക്ക് എന്ത് കിട്ടും? റെമ്യൂണറേഷൻ കിട്ടും അല്ലെങ്കിൽ കോമ്പൻസേഷൻ കിട്ടും. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോഴും നമുക്ക് എന്താണ് കിട്ടുന്നത്? ഇൻകം ആണ് കിട്ടുന്നത്. അപ്പൊ ഈ ഇൻകം ഉപയോഗിച്ചിട്ടാണ് ഈ 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ അവരുടെ ആവശ്യങ്ങൾ നടത്തുന്നത്. ഈ ഫാക്ടർ പേയ്മെന്റ്സ് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ ലാൻഡ് ഓണറിന് റെന്റ് കിട്ടുന്നു. അപ്പൊ ആ റെന്റ് ആയി കിട്ടുന്ന കാശ് വെച്ചിട്ട് ലാൻഡ് ഓണറിന് അദ്ദേഹത്തിന്റെ കൺസപ്ഷൻ റിക്വയർമെന്റ്സ് നടത്താനായിട്ട് പറ്റും. നമ്മൾ നോക്കും ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് അതിലേക്ക് പോവാം. ബേസിക് ഐഡിയ ഓഫ് ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പ് ആണ്. ഇൻകത്തിന്റെയും ഇക്കണോമിക് പ്രോസ്പെരിറ്റിയുടെയും ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് പറയാൻ പറ്റും ഇൻകം ഇക്കോണമിയിൽ എത്രമാത്രം ജനറേറ്റ് ചെയ്യുന്നു അത്രമാത്രം പ്രോസ്പെരിറ്റി ഉണ്ട്. സോ ഈ ഒരു റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ആണ്. ഡയറക്റ്റ് റിലേഷൻ ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡെവലപ്മെന്റ്. ഇതാണ് ഇൻകം അപ്രോച്ച് ടു ഇക്കണോമിക് ഡെവലപ്മെന്റ് പറയുന്നത്. അതായത് ഇൻകം കൂടുന്നതനുസരിച്ചിട്ട് അവിടെ ഡെവലപ്മെന്റും കൂടുന്നു. ഏതൊരു നേഷനിലാണോ കൂടുതൽ ഇൻകം ഉള്ളത് ആ നേഷനിൽ മോർ ഡെവലപ്മെന്റ് പോസിബിലിറ്റി ഉണ്ടായിരിക്കും എന്നാണ് അഗൈൻ ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് പറയുന്നത്. ഏതൊരു നേഷനാണോ കുറച്ച് ഇൻകം ഉള്ളത്, ഏതൊരു നേഷന്റെ ഇൻകം ആണോ വളരെ കുറവായിട്ടുള്ളത്, അവർക്ക് ഡെവലപ്മെന്റ് പോസിബിലിറ്റി എന്ന് പറയുന്നത് വളരെ ലെസ് ആയിരിക്കും. സോ ഇതേപോലെ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് ഡെവലപ്മെന്റ് ആണ് നമ്മുടെ ഇൻകം അപ്രോച്ച് ടു ഇക്കണോമിക് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇൻകത്തിനെ ഒരു ഇമ്പോർട്ടന്റ് ഇൻഡിക്കേറ്റർ ഓഫ് ഡെവലപ്മെന്റ് ആയിട്ടാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഇതിന്റെ മോർ ആസ്പെക്ട്സിനെ പറ്റിയിട്ട് നമ്മൾ നോക്കി കാണേണ്ടതായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? ഫീച്ചേഴ്സിനെ പറ്റി നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് GDP മെഷർമെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് നടത്താനായിട്ട് പറ്റും. GDP എന്ന് പറയുമ്പോൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. അപ്പൊ ഈ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞു 4 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ട്. അപ്പൊ ഈ എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഫാക്ടർ റെമ്യൂണറേഷൻ കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ഫാക്ടർ കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഫാക്ടർ ഇൻകം കിട്ടുന്നുണ്ട്. ഈ ഫാക്ടർ ഇൻകത്തിനെ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് ലേബറിന് കിട്ടുന്ന ഫാക്ടർ ഇൻകം ആണ് വേജ്. ഇനി ക്യാപിറ്റലിന് കിട്ടുന്ന ഫാക്ടർ ഇൻകം ആണ് ഇൻട്രസ്റ്റ്. ലാൻഡിന് കിട്ടുന്ന ഫാക്ടർ ഇൻകം ആണ് റെന്റ്. അതേപോലെ തന്നെ
ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഓൺടർപ്രണർഷിപ്പ്, ഇതിന് കിട്ടുന്ന ഫാക്ടർ ഇൻകം ആണ് പ്രോഫിറ്റ്. സോ ഈ ഫാക്ടർ ഇൻകത്തിനെ എല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ ഫിഗർ കിട്ടും. ഈ ഫാക്ടർ ഇൻകംസ് എന്താണ് കാണിക്കുന്നത്? ഇക്കോണമിയിൽ ടോട്ടൽ ആയിട്ട് ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഇൻകത്തിനെയാണ് കാണിക്കുന്നത്. ഇക്കോണമിയുടെ ഓരോ ഫാക്ടറിനും കിട്ടുന്ന ഇൻകത്തിനെയാണ് ഇത് കാണിക്കുന്നത്. സോ ഇതെല്ലാം കൂടെ നമുക്ക് ആഡ് ചെയ്യപ്പോൾ കിട്ടുന്ന ഇൻകം ഇക്കോണമിയുടെ ടോട്ടൽ ഇൻകം ആണ്. സോ ദാറ്റ് ഷോസ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ഓഫ് എ നേഷൻ. അപ്പൊ ഇതുവഴി നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ന്യൂമറിക്കൽ വാല്യൂ, ഒരു സിംഗിൾ നമ്പറിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇക്കണോമിക് ഡെവലപ്മെന്റിനെ അസസ് ചെയ്യാൻ പോകുന്ന ഒരു സിസ്റ്റമാണ്. ഇനി ഡെവലപ്മെന്റ് അനാലിസിസിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റിനെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്താണ് ഡെവലപ്മെന്റ് അനാലിസിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരു സിംഗിൾ നമ്പർ ആണ് GDP എന്ന് പറയുന്നത്, ഒരു സിംഗിൾ നമ്പർ ആണ്. അപ്പൊ എല്ലാ വർഷവും നമ്മുടെ നേഷനിൽ GDP കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ 2024 GDP ഉണ്ടായിരിക്കും, 2023 GDP ഉണ്ടായിരിക്കും, അഗൈൻ വെൻ ഇറ്റ് കംസ് ടു 2025 അപ്പോഴും GDP ഉണ്ടായിരിക്കും. അപ്പൊ 2023 GDP ആയിരിക്കില്ലാവാം, ചിലപ്പോ അതായിരിക്കത്തില്ല 2024 വരുമ്പോൾ, അത് ആയിരിക്കണം എന്നില്ല 2025 വരുമ്പോൾ. ഇത്രയും GDP വേരിയേഷൻസ്, അല്ലെങ്കിൽ ചിലപ്പോൾ വേരിയേഷൻസ് സ്ലൈറ്റ് ആയിരിക്കും, ചിലപ്പോൾ വേരിയേഷൻസ് ഭയങ്കര ബിഗർ ആയിരിക്കും. അപ്പൊ ഈ വേരിയേഷൻസ് നമ്മൾ കമ്പയർ ചെയ്യും. 2023 GDP-യെ 2024 GDP ആയിട്ട് കമ്പയർ ചെയ്യും. അത് അഗൈൻ 2023 GDP-യെ 2025 GDP ആയിട്ട് കമ്പയർ ചെയ്യും. 2025 GDP-യെ 2024 GDP ആയിട്ട് കമ്പയർ ചെയ്യും. അഗൈൻ ഈ ഒരു കമ്പാരിസൺ പല പല ഇയറിലും നടക്കുന്നുണ്ട്. നമ്മൾ ഒരു കമ്പാരിറ്റീവ് പിക്ചർ നമുക്ക് ഇവിടെ കിട്ടുന്നു എന്നതാണ് ഇൻകം അപ്രോച്ച് ടു ഇക്കണോമിക് ഡെവലപ്മെന്റ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ്. അതായത് 2025 GDP നമ്മൾ എടുക്കുമ്പോൾ ഇൻ കേസ് അത് 2024 GDP-യേക്കാൾ കുറവാണെങ്കിൽ അത് കാണിക്കുന്നത് എന്താണ്? ഇക്കണോമിക് പ്രോഗ്രസ് വന്നിട്ടില്ല, എന്തോ ഒരു പ്രശ്നം അവിടെ വരുന്നു. അതേപോലെ 2025 GDP-യെ 2024 GDP ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 2025 GDP ആണ് വലുതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? അതിന്റെ അർത്ഥം ഇക്കണോമിക് പ്രോഗ്രസ് അവിടെ സംഭവിക്കുന്നുണ്ട് എന്നാണ്. അതായത് ഇക്കണോമിക് പ്രോഗ്രസിനെ മെഷർ ചെയ്യാൻ അല്ലെങ്കിൽ ഗോജ് ചെയ്യാൻ, കമ്പയർ ചെയ്യാൻ ഒക്കെ തന്നെ ഈ ഒരു ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് വഴി നമുക്ക് സാധ്യമാകുന്നുണ്ട്. അഗൈൻ ഫോക്കസ് ഓൺ പീപ്പിൾ. നമുക്കറിയാം ഈ ഇൻകം ജനറേഷൻ കാണിക്കുന്നത് ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോ വേജ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? വേജ് കൂടുമ്പോൾ ഒരാൾക്ക് അദ്ദേഹത്തിന്റെ കൺസംഷൻ കൂട്ടാനായിട്ട് സാധിക്കുന്നു. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അദ്ദേഹത്തിന്റെ ലിവിങ് സ്റ്റാൻഡേർഡ് അവിടെ കൂടുന്നു, അയാൾക്ക് ഒരുപാട് വെൽഫെയർ കിട്ടുന്നു. ഇനി വേജ് കുറഞ്ഞാലോ? വേജ് കുറഞ്ഞാൽ ഡെഫിനറ്റ് ആയിട്ടും കൺസംഷൻ കുറയ്ക്കേണ്ട ഒരു അവസ്ഥ വരുന്നു. സോ അദ്ദേഹത്തിന്റെ വെൽഫെയർ അവിടെ കുറയേണ്ട ഒരു അവസ്ഥ വരുന്നു. എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ ഇൻകം അതിന്റെ റിഫ്ലക്ഷൻ, ഇൻകത്തിന്റെ റിഫ്ലക്ഷൻ നമുക്ക് കൺസംഷനിലേക്കും ആ കൺസംഷന്റെ റിഫ്ലക്ഷൻ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡിലേക്കും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. ആ ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് എന്ന ഒരു ഐഡിയ വഴി ഇതൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി ഈ ഒരു മെത്തേഡിന്റെ അഡ്വാൻറ്റേജസ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു ഇൻകം ജനറേഷൻ ബേസ്ഡ് അപ്രോച്ച് ആണ് ഇവിടെ എടുക്കുന്നത്. ഇൻകം ജനറേഷൻ ബേസ്ഡ് അപ്രോച്ച് ആണ് എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എത്രമാത്രം ഇൻകം ആണ് ഒരു വർഷം ഒരു ഇക്കോണമിയിൽ, ഒരു നേഷനിൽ ഡെവലപ്പ് ആയിട്ട് അല്ലെങ്കിൽ ജനറേറ്റഡ് ആയി വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോ ഇതൊരു ന്യൂമറിക്കൽ മെഷർ ആണ്, ഉള്ളി ഒരു നമ്പർ ആണ്, ഒരു സിംഗിൾ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നത്. അപ്പൊ ഒരു സിമ്പിൾ ഒബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് അനാലിസിസ് ആണ്, ഒരു ക്വാണ്ടിഫയബിൾ മെഷർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാണ്, കമ്പാരിസണൊക്കെ വേണ്ടിയിട്ട് ഭയങ്കര ഈസിയാണ്. അതേപോലെ ഈ ഒരു സിംഗിൾ നമ്പർ യൂസ് ചെയ്തിട്ട് തന്നെ ഗവൺമെന്റ് പോളിസി
കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഗവൺമെന്റ് നമ്മുടെ GDP അനലൈസ് ചെയ്തിട്ട് മനസ്സിലാക്കാം ഗവൺമെന്റിന് സാധിക്കും ഇക്കോണമി ഗ്രോ ചെയ്യുന്നുണ്ടോ അതോ ഗ്രോ ചെയ്യുന്നില്ലയോ എന്ന്. ഇൻ കേസ് ഇക്കോണമി ഗ്രോ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് പോളിസീസ്, സ്കീംസ്, പ്രോഗ്രാംസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ഇക്കോണമി ഗ്രോത്തിലേക്ക് ഇക്കോണമിയെ നയിക്കാനായിട്ട് ഗവൺമെന്റിന് സാധിക്കും. എങ്ങനെയാണ് ഗവൺമെന്റിന് പ്രോഗ്രാംസ് കൊണ്ടുവരാം? ഫോർ എക്സാമ്പിൾ, അൺഎംപ്ലോയ്മെന്റ് ആണ് ഇക്കോണമിയുടെ പ്രശ്നമെങ്കിൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ഗവൺമെന്റിന് ജോബ് ക്രിയേഷൻ പ്രോഗ്രാംസ് കൊണ്ടുവരാം. ഈ ആൾക്കാരുടെ കയ്യിൽ കാശില്ലാത്തതാണ് പ്രശ്നമെങ്കിൽ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ഗവൺമെന്റിന് പെൻഷൻസ്, സബ്സിഡീസ് ഇതൊക്കെ തന്നെ ഇൻക്രീസ് ചെയ്യാം. ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാരുടെ കയ്യിൽ കാശ് ഉണ്ടാകും, ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഗവൺമെന്റ് വിചാരിക്കുകയാണ് ഓക്കെ ജോബ് അവൈലബിലിറ്റി കുറവാണ്, ഇപ്പൊ ഗവൺമെന്റിന് എന്ത് ചെയ്യാം? ഗവൺമെന്റിന് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് പ്രൊജക്ട്സ് കൊണ്ടുവന്നിട്ട് അങ്ങനെ ജോബ് ക്രിയേഷൻ ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ ഗവൺമെന്റിന് വേണ്ടതായിട്ടുള്ള, നമ്മുടെ ഇക്കോണമിക്ക് വേണ്ടതായിട്ടുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഇതിനെയൊക്കെ കാരണക്കാരനായി മാറുന്ന അല്ലെങ്കിൽ കാരണമായി മാറുന്നത് നമ്മുടെ ഈ ഒരു നമ്പറാണ്, വിച്ച് ഈസ് അവർ ഇൻകം. അപ്പൊ ഇൻകത്തിന് ജസ്റ്റ് നോക്കിക്കൊണ്ട് ഇക്കോണമിയെ പെർഫോമൻസ് മനസ്സിലാക്കി ഇക്കോണമിക്ക് ഇനി എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ ഇതൊക്കെ ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റിന്റെ അഡ്വാൻറ്റേജസ് ആണ്. Now moving on to the disadvantages of income approach of economic development. നമ്മൾ പറഞ്ഞു ഇൻകം ജനറേഷനെയാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത്. ഇൻകം ജനറേഷൻ, എത്രമാത്രം ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, ഇതാണ് നമ്മുടെ മെയിൻ ഫോക്കസ്. ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ഇൻകം ഡിസ്ട്രിബ്യൂഷനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഇൻകം ഡിസ്ട്രിബ്യൂഷനെ നമ്മൾ ഒരു കാരണവശാലും ഇവിടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ല. എങ്ങനെ ഇൻകം ഡിസ്ട്രിബ്യൂട്ടഡ് ആകുന്നു? ഇപ്പൊ ഒരു നേഷനില് ഒരു പെർട്ടിക്കുലർ ഹൈ ലെവൽ ഓഫ് ആവറേജ് ഇൻകം ഉണ്ട് എന്ന് ജസ്റ്റ് അസ്യൂം ചെയ്യുക. അപ്പൊ ഈ നേഷന്റെ ഈ ഒരു ഇൻകത്തെ എത്രമാത്രമാണ് റിച്ചിലേക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കപ്പെടുന്നത്, എത്രമാത്രമാണ് പുവർ സെക്ഷനിൽ എത്തുന്നത് എന്നുള്ള ഒരു ഐഡിയ നമ്മൾ നോക്കുന്നില്ല. ജസ്റ്റ് നമ്മൾ വിചാരിക്കുന്നു ഓക്കെ ഈ നേഷന് ഇത്രമാത്രം ഇൻകം ഉണ്ട്, ദിസ് ഇസ് ദ നാഷണൽ ഇൻകം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ നേഷൻ, ഓർ ദിസ് ഇസ് ദ GDP ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ നേഷൻ. ഇത്രമാത്രം നമുക്കറിയാം. പക്ഷെ അവിടെ എത്രമാത്രം പോവർട്ടി റേറ്റ് ആണ് ഉള്ളത്, അവിടെ റിച്ചർ സെക്ഷന്റെ കയ്യിലുള്ള വെൽത്തിന്റെ കോൺസെൻട്രേഷൻ എത്രയാണ്, ഇതൊന്നും നമ്മൾ നോക്കുന്നില്ല. അപ്പൊ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചിലപ്പോ അവിടുത്തെ റിച്ച് ക്ലാസ് ആയിരിക്കും മോർ ദാൻ 60% ഓഫ് ഇൻകം ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ പൂവർ സെക്ഷന് വളരെ തുച്ഛമായ ഇൻകം ആയിരിക്കും ഉണ്ടാവുക. സോ ദാറ്റ് ഷോസ് ഇൻകം ഇനിക്വാലിറ്റി. ഇൻകം ഇനിക്വാലിറ്റിയെ ഒരു കാരണവശാലും ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് അഡ്രസ് ചെയ്യുന്നില്ല. സോ this does not address income inequality. അടുത്തത് ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻകം ഉണ്ടായത് കൊണ്ട് മാത്രം നമുക്ക് എല്ലാം കിട്ടണം എന്നില്ല. ഒരാൾക്ക് ഇൻകം ഒരുപാട് ഉണ്ടെന്ന് വെച്ച് അയാൾക്ക് എല്ലാം ഉണ്ടാവണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ജസ്റ്റ് അസ്യൂം ചെയ്യുക ഒരാള് പോവർട്ടിയിൽ നിന്നും വളർന്നു വന്ന ഒരാളാണ്. സോ അയാളുടെ ഫാമിലി എന്ന് പറയുന്ന പോവർട്ടിയിൽ ട്രാപ്ഡ് ആണ്. അപ്പൊ അതനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ കുറവാണ്, കാരണം അയാളുടെ ഫാമിലിക്ക് അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ അഫോർഡ് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നില്ല. സോ എഡ്യൂക്കേഷൻ ഓഫ് ദിസ് പേഴ്സൺ കുറവാണ്. ഇനി ഹെൽത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, ഹെൽത്ത്, അദ്ദേഹത്തിന് വേണ്ടത്ര രീതിയിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ അത് കാരണം അദ്ദേഹത്തിന് ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഗ്രോത്ത് റിട്ടാർഡ് ചെയ്തു പോയിട്ടുണ്ടാവാം. ഇപ്പൊ ഹെൽത്തും അധികം ബെറ്റർ ഒന്നുമല്ല, ഹെൽത്ത് ഇസ് ഓൾസോ ഡൗൺ. ഇങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ഇങ്ങനെയുള്ള ഒരു വ്യക്തി ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അദ്ദേഹം ഒരു ലോട്ടറി എടുത്തെന്ന് വിചാരിക്കും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലോട്ടറി എടുത്തു. സോ ദിസ് ലോട്ടറി അദ്ദേഹത്തിന് അടിച്ചു എന്ന് വിചാരിക്കും. അപ്പൊ അദ്ദേഹം റിച്ചായി. സോ നേരത്തെ അയാൾ പുവർ ആയിരുന്നു, ഇപ്പൊ അദ്ദേഹം റിച്ച് ആയി. ബട്ട് വാട്ട് അബൌട്ട് ഹിസ് എഡ്യൂക്കേഷൻ?
അദ്ദേഹത്തിന് വേണ്ടുന്ന സമയത്ത് അദ്ദേഹത്തിന് സ്കൂളിൽ പോയി പഠിക്കാനായിട്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹം ലിറ്ററേറ്റ് തന്നെ ആയിരിക്കണം എന്നില്ല ഇപ്പോ. പക്ഷെ അദ്ദേഹത്തിന് കയ്യിൽ വേണ്ടുവോളം കാശുണ്ട്. അദ്ദേഹത്തിന് ഇനി വേണമെങ്കിൽ പോയി എഡ്യൂക്കേഷൻ എടുക്കാം. പക്ഷെ അന്ന് കിട്ടേണ്ടിയിരുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് ഇപ്പോ ഇല്ല എന്നതാണ്. വാട്ട് അബൌട്ട് ഹെൽത്ത് കെയർ? ഹെൽത്ത് കെയർ ഇപ്പോ അദ്ദേഹത്തിന്റെ ഹെൽത്തിനെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റും. പക്ഷെ അദ്ദേഹത്തിന് ഓൾറെഡി അദ്ദേഹത്തിന് ഹെൽത്ത് ബേസ്ഡ് ആയിട്ടുള്ള സഫറിങ് അദ്ദേഹം അനുഭവിച്ചു കഴിഞ്ഞതാണ്. അപ്പൊ അതിന്റെ ഇമ്പാക്ട് അദ്ദേഹത്തിന്റെ ബോഡിയിൽ എന്തായാലും ഉണ്ടായിരിക്കും. അപ്പൊ അതിനെ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ ഇങ്ങനെയുള്ള ക്വാളിറ്റി എലമെന്റ്സിനെ ഒന്നും തന്നെ ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് നോക്കുന്നേയില്ല. ഇൻകം അപ്രോച്ച് ജസ്റ്റ് ഫോക്കസ് ഓൺ ഇൻകം ജനറേഷൻ. It doesn't also care about income distribution. അതേപോലെ തന്നെ quality aspects of life ഇനെയും it's not taken. Now, what are the other aspects? അപ്പൊ ഞാൻ പറഞ്ഞു ഇൻകം കാൽക്കുലേഷന് ഭയങ്കര പ്രാധാന്യമുണ്ട്. വേജിന്റെ ഫോർമുല ആയാലും പ്രോഫിറ്റിന്റെ ഫോർമുല ആയാലും റെന്റിന്റെ ഫോർമുല ആയാലും ഇൻട്രസ്റ്റിന്റെ ഫോർമുല ആയാലും ഒക്കെ തന്നെ ഈ ജനറേറ്റ് ചെയ്യുന്ന ഇൻകത്തിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ടേക്ക് ദ സം ടോട്ടൽ. ഇതിനെ ആഡ് ചെയ്തിട്ട് അതിന്റെ സം ടോട്ടൽ എടുക്കുന്നു. സോ ദാറ്റ് ദിസ് ഗിവ്സ് ദ ഇൻകം, ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഇക്കോണമി. ഈ ടോട്ടൽ ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇക്കോണമി ഡെവലപ്പ് ചെയ്തോ ചെയ്തില്ലയോ എന്നൊക്കെ പറയാൻ പറ്റുന്നത്. ഈ ഒരു ഇൻകം ഹൈ ആണെങ്കിൽ ഡെവലപ്പ് ചെയ്തോ, അതർവൈസ് ഇല്ല. പക്ഷേ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഈ എടുക്കുന്ന ഇൻകം ഡേറ്റയിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചില ലിമിറ്റേഷൻസ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇൻഫോർമൽ ഇക്കോണമിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഡേറ്റ കിട്ടാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. സബ്സിസ്റ്റൻസ് ഫാമിങ്ങിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഓൺ യൂസ് സെൽഫ് കൺസംപ്ഷന്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇതൊക്കെയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഡേറ്റ കിട്ടുന്നത്? ഫോർ എക്സാമ്പിൾ, ഒരു ഫാക്ടറി ഓണറിന്റെ കേസ് എടുക്കുക. അദ്ദേഹത്തിന്റെ ഫാക്ടറി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വന്തം ലാൻഡിൽ തന്നെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ലാൻഡിന് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ് റെന്റ്. ലാൻഡ് ഓണറിന് കിട്ടുന്ന റെമ്യൂണറേഷൻ ആണ് റെന്റ്. അപ്പൊ ഈ ഫാക്ടറി ഓണർ അദ്ദേഹത്തിന്റെ സ്വന്തം ലാൻഡിൽ തന്നെയാണ് ഫാക്ടറിയെ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അദ്ദേഹത്തിന് റെന്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല, റെന്റ് വാങ്ങേണ്ട ഒരു അവസ്ഥയും വരുന്നില്ല ഈ ഒരു സിറ്റുവേഷൻ. ജസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷൻ സെൽഫ് കൺസംഷൻ ആണ്. അദ്ദേഹത്തിന്റെ സ്വന്തം ലാൻഡ് അദ്ദേഹം സ്വന്തമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഇങ്ങനെ വരപ്പോൾ റെന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? സോ നമുക്ക് പറയാം ഇംപ്യൂട്ടഡ് റെന്റ് കാൽക്കുലേഷൻ അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് വേ ഓഫ് ഗെറ്റിംഗ് ദ റെന്റ്, അങ്ങനെയൊക്കെ നോക്കാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ കോംപ്ലിക്കേഷൻ വരുത്തുന്ന ഒരു ആസ്പെക്ട് ആണ്. അപ്പോ ഇതൊക്കെ നമ്മുടെ ഈ ഡേറ്റ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു എലമെന്റിന്റെ പ്രശ്നങ്ങളാണ്. ഓക്കെ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മളെ കൂടുതൽ ചിന്തിപ്പിച്ചത്. ടു തിങ്ക് ബിയോണ്ട് ജി ഡി പി. ജി ഡി പി എന്നുള്ളതിന് അപ്പുറത്തേക്ക് ചിന്തിക്കാനായിട്ട് നമ്മളെ സഹായിച്ചത്. അപ്പോൾ ജി ഡി പി ഇൻകത്തിനെ പറ്റി മാത്രം സംസാരിക്കുമ്പോൾ നമ്മൾ മറ്റ് ആസ്പെക്ട്സിനെ കൂടി കണക്കാക്കേണ്ടതായിട്ടുണ്ട് ടു നോ ദ ആക്ച്വൽ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി. അപ്പൊ ഇതാണ് അഗൈൻ നമ്മളെ ഓൾട്ടർനേറ്റീവ് അപ്രോച്ചിന്റെ റിക്വയർമെന്റിനെ പറ്റിയിട്ട് ചിന്തിപ്പിച്ചതും പല ഇക്കോണമിസ്റ്റും ഓൾട്ടർനേറ്റീവ് അപ്രോച്ചസ് ബിൽഡ് ചെയ്തതും ഇതൊക്കെ കാരണമാണ്. നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ HDI, ദാറ്റ് ഇസ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഒരു കോമ്പോസിറ്റ് ഇൻഡെക്സ് ആണ്. അത് ആൾക്കാരുടെ ലോഞ്ചിവിറ്റിനെ പറ്റിയിട്ടും ലിവിങ് സ്റ്റാൻഡേർഡിനെ പറ്റിയിട്ടും എഡ്യൂക്കേഷനെ പറ്റിയിട്ടും ഒക്കെ ലിറ്ററസിനെ പറ്റിയിട്ടും ഒക്കെ തന്നെ നോക്കുന്ന ഒരു ആസ്പെക്ട് ആണ്. അപ്പോ അത് ഒരിക്കലും ഇൻകത്തെ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോ അഗൈൻ കാപ്പബിലിറ്റി അപ്രോച്ച്. കേപ്പബിലിറ്റി അപ്രോച്ച് പറയുന്നതും ഒരാളുടെ എബിലിറ്റി ബേസ് ചെയ്തിട്ട് ഡെവലപ്മെന്റ് പോസിബിലിറ്റി നോക്കണം എന്നാണ്. അല്ലെങ്കിൽ ഒരു നേഷന്റെ കേപ്പബിലിറ്റി, ഒരു നേഷനിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കേപ്പബിലിറ്റി ഒക്കെ നോക്കിയിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമ്മളുടെ എത്രമാത്രം ഡെവലപ്മെന്റ് ആ നേഷനിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം എന്നാണ് അമർത്യ കേപ്പബിലിറ്റി അപ്രോച്ച് പറയുന്നത്. അപ്പൊ ഇതൊക്കെ തന്നെ ഈ മെഷേഴ്സ് ഒക്കെ തന്നെ സംതിങ് മച്ച് ബിയോണ്ട് ദ ട്രഡീഷണൽ നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP കാൽക്കുലേഷൻ ആണ്.
നമുക്ക് പറയാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി ഇൻകം അപ്രോച്ച് എന്ന് പറയുന്ന ഒരു വാല്യുബിൾ ടൂൾ ആണ്. നമുക്ക് കമ്പാരിസൺ ഒക്കെ സഹായിക്കുന്ന ഒരു ഈസി ക്വാണ്ടിഫയബിൾ മെത്തേഡ് ആണ്. പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. അപ്പോ ഈ ഒരു പ്രോബ്ലമിനെ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് പ്രോബ്ലംസിനെ മറികടക്കാനായിട്ട് നമുക്ക് ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ഇക്കോണമിയാണ് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഓൾട്ടർനേറ്റീവ് മെത്തേഡ്സിന്റെ ആവശ്യം എത്രയും അത്യാവശ്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഡെഫിനറ്റ് ആയിട്ടും ഇൻകം അപ്രോച്ച് ഓഫ് ഇക്കണോമിക് ഡെവലപ്മെന്റ് ഒരു ബെസ്റ്റ് ഐഡിയ ആണ്. പക്ഷേ അതിന് അതിൻ്റെതായിട്ടുള്ള ഡ്രോബാക്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള മെത്തേഡ്സ് വേണം. സോ അതിനാണ് ഇക്കോണമിക്സും പോളിസി മേക്കേഴ്സും ഒക്കെ ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ്സ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ലേൺ എക്കണോമി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അവിടെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആൻഡ് ആൻസേഴ്സ് അവൈലബിൾ ആണ്. ഫ്രീ സ്റ്റഡി മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ലൈവ് as well as റെക്കോർഡഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതേപോലെ ഫ്രീ MCQ ബേസ്ഡ് വീക്ക്ലി ടെസ്റ്റും അവൈലബിൾ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഞാൻ ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ജസ്റ്റ് ക്ലിക്ക് ഓൺ ടു ദ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ലേൺ എക്കണോമി ആപ്പിൽ ജോയിൻ ചെയ്യാം. അവിടുത്തെ ഫെസിലിറ്റീസ് ഒക്കെ തന്നെ യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ്. അവിടെയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഫോർ ഡിസ്കഷൻസ്. അതിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. പിന്നെ ഒരു റിക്വസ്റ്റ് ആണ്, ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു.